അമ്മാവാ ഈ അമ്മാവനെ എവിടെ പോയി താമസിക്കും? അതിപ്പോ ജമന്തി അവിടെ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചേച്ചീനെ അങ്ങോട്ട് കൊണ്ടുപോകാനാവാൻ പോണ്. അതാ അപ്പൊ അവിടെ ഒരു ആൺതുണ വേണ്ടേ എന്തായാലും. അപ്പൊ അമ്മാവനും കൂടെ അങ്ങോട്ട് പോണല്ലേ നല്ലത്. ഇവിടെ ഞങ്ങൾ നോക്കിക്കോളാലോ. അതെന്തിനാ? അവൻ വൈകുന്നേരമായി വരില്ലേ? എനിക്ക് ഇവിടെ ഈ വീടിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? അപ്പൊ അമ്മാവനോട് നിൽക്കാൻ അവിടെ പോയി താമസിക്കാനോ? അത് പറ്റില്ല. പിന്നെ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോ ഇവിടെ ഒരു കണ്ണ് വേണ്ടേ? അവിടെ ഒരു അമ്മയും മകനല്ലേ ഉള്ളൂ. എന്റെ റൂം അവിടെ ഒഴിഞ്ഞു കിടക്കല്ലേ, ഞാൻ അവിടെ കൂടിക്കോളാന്ന്. ഇവിടെ താമസിക്കാന്ന് വാടകക്കാരുടെ കൂടെ വേണ്ട വേണ്ട, ഇവിടെ താമസിക്കാലോ. അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ താമസിക്കാം, ഇത് വാടക കൊടുക്കാം. നീ ഒന്നും മിണ്ടാതിരിക്കണ അവിടെ. നിങ്ങൾ അതൊന്നും പറയണ്ട. അത് അത്ര നല്ല തറവാട്ടുകാരാണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെന്താ? നീ നിന്റെ വീട് ഇല്ലാതാക്കി കളയാതെ നീ അങ്ങോട്ട് പോയെന്നില്ലേ? അല്ല അതിപ്പോ ഞാൻ പോയി നോക്കിയാ പോരെ, ആഗ്രഹിച്ചു പോയി, അതാണ്. അല്ല ആ സ്ത്രീ ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി, അതുകൊണ്ടാണ്. അവൻ വാക്ക് പറഞ്ഞത്. അതെ, പിന്നെ നമ്മള് വാക്ക് പറഞ്ഞത് ഇതുവരെ പാലിക്കാതിരുന്നിട്ടില്ലല്ലോ. എന്നാ നീ ഒരു കാര്യം, ഈ 12,000 രൂപ വാടക കിട്ടാനാണെങ്കിൽ ആ പൈസ ഞാൻ കൊടുത്തേനെ. ഞാനിവിടെ ഒരു തയ്യക്കട ഇടാം. അയ്യോ എന്റെ പൊന്നെ ദൈവമേ, അത് നന്നായിരുന്നു. അയ്യോ അങ്ങനെയൊക്കെ ചെയ്താ പിന്നെ സ്വന്തം പെങ്ങള് നന്നായി പോകൂലേ? അതൊന്നും അവൻ ചെയ്യൂല. അങ്ങനെ 2,000 റുപ്യ വാടക കൊടുത്തിട്ടൊന്നും സ്വന്തം വീട്ടിലിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടുന്ന് എന്തെങ്കിലും കിട്ടിയ 200, 300, 3,000 റുപ്യ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുക്കാവുള്ളൂ മാസം മാസം. ബുദ്ധിമുട്ടിനല്ലേ അത് പൂട്ടി കിടക്കണ നേരം ഇന്ന് കിട്ടുന്ന വാടക നീ എടുത്തോ. അല്ല അതെ, അവൻ വാക്കിന് വിലയുള്ളവനാ. തച്ചോളി വകാനെന്റെ ചെറുമോനല്ലേ നിൽക്കണത്, കൊടുത്ത വാക്കിന് വിലയെ കുറിച്ച് പറയാം. അതുകൊണ്ട് എന്നോടാന്നും പറയണ്ട. അല്ല ഞങ്ങൾ പണ്ടേ വാക്കിന് വലിയ വിലയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുക അവർക്ക് അറിയില്ല. അതെ, ബക്കറ്റും വെള്ളം തുണിയൊക്കെ ആയിട്ടാണ് വന്നാൽ അത് വൃത്തിയാക്കണം. പറഞ്ഞറിയില്ല ഒരു. അതെ അമ്മ, ഇതിൽ എന്തോ ഒരു വലിയ ഉടായ്പിന്റെ മണം എനിക്ക് തോന്നണം. എന്തോന്ന് ഉടായിപ്പ്? അത് ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് 3,000 രൂപ തരാന്ന് പറഞ്ഞല്ലോ അല്ലേ ആ വാടക കാശിന്ന്? ചുമ്മാ അമ്മാവൻ കയ്യിൽ നിന്ന് എടുത്തു തരുമോ? ഇത് വാടക പാർട്ടിയുടെ നല്ല തുക വാടകയ്ക്ക് അമ്മാവൻ കരാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് നിനക്ക് തരാന്ന് പറയണത്. ഇത് കണക്കാൻ അറിയില്ല. എഴുതാപ്പുറം വായിച്ചു തുടങ്ങി. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല എന്റെ ക്ലീറ്റോ. എന്റെ അമ്മാവൻ എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ട് എന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് പൈസ തരാന്ന് പറഞ്ഞാൽ അത് അതിനപ്പുറം വേറെ ഒന്നുമില്ല അതിനകത്ത്. ആണോ? അങ്ങനെയാണെങ്കിലേ കുറെ നാൾ മുമ്പ് അമ്മാവന്റെ ആ ഓഹരിന്ന് കുറച്ച് നിനക്കും തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് എഴുതി തരാൻ പറ. അത്ര സ്നേഹമുള്ള മനുഷ്യന്റെ അടുത്ത് കാണട്ടെ. വാടക കാര്യം പറഞ്ഞ് സ്ഥലം എഴുതിക്കണ കാര്യം വരെ എത്തിയല്ലോ. മാർക്കേ കൂടെ നിങ്ങൾക്ക് എവിടെ തൊട്ടാലും ചെലവോ എന്റെ ക്ലീറ്റോ. നിങ്ങള് ആ കുടം ചടുക്കി അവിടെ മനുഷ്യൻ നിൽക്കണതിന്റെ അടുത്ത് ഇത് കുടം കൊണ്ട് വെച്ചിട്ട് ഞാനാ കുഴപ്പക്കാരൻ. പോയി വെള്ളം കോരിക്കൊണ്ടുവാ. മോട്ടർ ഓൺ ചെയ്യും. എന്ത് മോട്ടർ ഇടാൻ? മോട്ടർ നന്നാക്കണം. അത് കേടാന്ന് എത്ര നാളായി പറയണേ ഞാൻ. നന്നാക്കിയില്ലേ? അരക്കുടം മതിയല്ലേ?